നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂരിലെ ഗ്യാസ്ട്രോ വിഭാഗം ഡോക്ടർമാരാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്? ഫാറ്റി ലിവർ ആണ് ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് പാൻഡമിക്. മോസ്റ്റ് കോമൺ കോസ് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഇല്ലാത്തത്, ഫുഡ് ഹാബിറ്റ്സ് ടൈമിൽ കഴിക്കാത്തത്, ഇതെല്ലാം തന്നെയാണ് ഫാറ്റി ലിവറിനുള്ള കാരണം. പാൻക്രിയാസിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതകളേ ഇല്ല. പലപ്പോഴും 10-15% ആൾക്കാരെ നമുക്ക് സർജറി ചെയ്ത് രക്ഷിക്കാൻ പറ്റാറുള്ളൂ. വളരെ മോശമായിട്ടുള്ള ഒരു ക്യാൻസറുകൾ ഗണത്തിൽപ്പെട്ട ഒന്നാണ്. പെപ്സി, കോക്ക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതെല്ലാം ഷുഗറി ആസ് വെൽ ആസ് കാർബണേറ്റഡ്, രണ്ടും ആക്ച്വലി ഹെൽത്തിന് നല്ലതല്ല. ബേസിക്കലി റിഫ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. യു ആർ ഇൻജസ്റ്റിങ് കാർബൺ ഡയോക്സൈഡ്, അതിൻ്റെ ടെൻഡൻസി മുകളിലേക്ക് തിരിച്ച് കയറി വരാൻ തന്നെയാണ്. ആമാശയത്തിലേക്ക് പോകുന്ന ഒരു ഭക്ഷണം ഒരിക്കലും തിരിച്ച് അന്നനാളത്തിലേക്ക് കയറി വരാൻ പാടില്ല. വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് പോകെ പോകെ ഈവൻ ക്യാൻസർ പോലും ഡെവലപ്പ് ചെയ്യാൻ ഈ റിഫ്ലക്സ് കാരണം. എല്ലാത്തിനും ഒരു അളവ് വേണം. ചോറാണെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഒരു കപ്പിനകത്ത് ചോറാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് ബാക്കിയുള്ള ഫുൾ പ്രോട്ടീൻ ആയിരിക്കണം. ലൈക്ക് നമ്മൾ മലയാളികൾ ചോറ് മുഴുവൻ കഴിച്ചിട്ടാണ് പിന്നെ കറി കഴിക്കാൻ തുടങ്ങുന്നത്. അതിൽ മൈനീസ് ഫുള്ളായിട്ട് ഇട്ടിട്ട് അതിൽ ചിക്കൻ മുക്കി കഴിക്കുന്ന ആ ഒരു പ്രവണതയുള്ള ആൾക്കാരാണ്. ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ കേട്ടിട്ടുള്ള വേറൊരെണ്ണമാണ് ഈ ബലൂൺ സർജറി, അല്ലെങ്കിൽ ബലൂൺ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞോളും എന്ന്. സർജറി ചിലപ്പോൾ ആൾക്കാർക്ക് ഇനിഷ്യലി തന്നെ സർജറിക്ക് പോകേണ്ടി വരും. കാര്യം വളരെ മോർബിഡ് ഒബിസിറ്റി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഇപ്പൊ ബലൂൺ പണ്ടത്തെ പോലെ എൻഡോസ്കോപ്പി തന്നെ ചെയ്ത് ഇടണമെന്നില്ല. ന്യൂവർ ബലൂൺസ് ഉണ്ട്, സ്വോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബലൂൺസും. വളരെ ചെറിയ അളവിൽ മദ്യപിക്കുന്നത് കൊണ്ടോ പുകവലിക്കുന്നത് കൊണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ ഡോക്ടർ ഞാൻ ഒരിക്കലും മദ്യപിച്ചോളൂ പുകവലിച്ചോളൂ എന്ന് പറയില്ല. ബിക്കോസ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈറലാവും. ഗ്യാസ് കയറുന്നു, അസിഡിറ്റി എന്നൊക്കെ പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് എടുത്തിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നത് ക്യാൻസർ വരെ എത്തിച്ചതിന്റെ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. എനിക്കൊരു ഫാറ്റി ലിവർ ഉണ്ടോ എന്നൊരു സംശയം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഗ്യാസിന്റെ ഇഷ്യൂസ് ഉണ്ട്, ഇതൊക്കെ പറയാത്ത ചെറുപ്പക്കാരോ അല്ലെങ്കിൽ മുതിർന്നവരോ ഉണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലെ കുറിച്ച് വളരെ വിശദമായി വ്യക്തമായി നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂരിലെ ഗ്യാസ്ട്രോ വിഭാഗം ഡോക്ടർമാരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ അനൂപ്, ഡോക്ടർ നിഖിൽ, ഡോക്ടർ മുരളി ആൻഡ് ഡോക്ടർ അരുൺകുമാർ. അപ്പോൾ വെൽക്കം ഡോക്ടേഴ്സ്. ആക്ച്വലി ആദ്യമായിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഇത്രയും ഡോക്ടേഴ്സിനെ ഒരുമിച്ച് കാണുന്നത്. നിഖിൽ ഡോക്ടറെ, ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഫാറ്റി ലിവർ എന്നുള്ള പ്രശ്നമായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്? ഫാറ്റി ലിവർ ആണ് ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് പാൻഡമിക്. ഒരു ട്രെൻഡ് പോലെയാണ്. മോസ്റ്റ് കോമൺ കോസ് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഇല്ലാത്തത്, ഫുഡ് ഹാബിറ്റ്സ് ടൈമിൽ കഴിക്കാത്തത്, ഇതെല്ലാം തന്നെയാണ് ഫാറ്റ് ലിവറിനുള്ള കാരണം. പക്ഷെ പലപ്പോഴും ജെനറ്റിക് ഫാക്ടേഴ്സ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ്റെ ഒക്കെ ആരംഭം ഉണ്ടെങ്കിൽ ആൽക്കഹോൾ, ഒബീസിറ്റി, ഇതെല്ലാം ഫാറ്റ് ലിവറിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഫാറ്റ് ലിവർ വരുമ്പോൾ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. കാരണം ഫാറ്റ് ലിവർ പോകെ ലിവർ കട്ടിയാവുകയും അത് സിറോസിസ് ആയിട്ട് ഭാവിയിൽ മാറാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ നമ്മളതിനൊരു റെമഡി എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ ഡോക്ടർ എന്ത് പറയും? ഒരു ഫാറ്റ് ലിവർ കണ്ടുപിടിച്ച ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നോ, അതായത് ഫുഡ് ഹാബിറ്റ് ശരിയല്ലെങ്കിൽ BP, ഷുഗർ, അമിത വണ്ണമുള്ളത്, അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. പിന്നെ അതിൽ കൺട്രോൾ ആകുന്നില്ല, ഫാറ്റ് ലിവറിന്റെ ഗ്രേഡ്സ് കൂടുവാണെങ്കിലാണ് മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടത്. മുരളി ഡോക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനുകൾ ഒരു വിഭാഗം ആൾക്കാർക്കുണ്ട്. വേറെ ചിലർ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നു എന്നുള്ളവരുണ്ട്. പക്ഷെ ഈ രണ്ട് കാരണങ്ങൾ ഈ ഗ്യാസ്ട്രോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ? അതെ, പലപ്പോഴും കോമൺ ആയിട്ട് കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളിൽ നിന്ന് ക്യാൻസർ വരെയുള്ള പ്രശ്നങ്ങൾ ഇതുപോലുള്ള ഈ സിംറ്റംസ് വഴി ഞങ്ങളുടെ അടുക്കൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും വരുമ്പോൾ വിശപ്പില്ലായ്മ, അതൊക്കെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ആവാം. പക്ഷെ പലപ്പോഴും ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പം ചിലപ്പം വൻകുടലിലോ ചെറുകുടലിലോ ക്യാൻസർ ആകാം, സ്റ്റൊമക്കിലെ ക്യാൻസർ ആകാം, പിത്താശയത്തിലെയോ അല്ലെങ്കിൽ പാൻക്രിയാസിലെയോ ക്യാൻസർ ആകാം. അതുപോലുള്ള കാരണങ്ങളും നമുക്ക് ഇവാലുവേഷനിൽ കൂടെ വരാറുണ്ട്. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? നമുക്ക് ഏത് സിറ്റുവേഷൻ തോന്നുമ്പോഴാണ് ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണേണ്ടത്? നമ്മളുടെ ദൈനംദിന ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വരുന്നു, അതായത് അമിതമായ വിശപ്പ് കുറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പുളിച്ചതകട്ടൽ വരുന്നു, മരുന്ന് കഴിച്ചിട്ടും അത് കുറയുന്നില്ല, സാധാരണ രീതിയിലുള്ള നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചിട്ടും ശരിയാവാത്ത കാര്യങ്ങൾ,
കാരണമില്ലാത്ത രീതിയിൽ നമുക്ക് ഭാരം ഭയങ്കരമായിട്ട് കുറയുക, വിശപ്പില്ലായ്മകൾ വരിക, പിന്നെ അല്ലെങ്കിൽ മലത്തിൻ്റെ കൂടെയോ ഒക്കെ രക്തമയം കാണുക, അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച്, മോശം പോകാനുള്ള ബുദ്ധിമുട്ട്, പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷൻ കൂടുക, നമ്മൾ പല കൊച്ചു കൊച്ചു മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്ത രീതിയിൽ, അല്ല മരുന്നുകളോട് കൂടി മാത്രം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ റിലീവ്ഡ് ആകുന്ന സിംറ്റംസ് ഉണ്ടാകുന്ന അതുപോലുള്ള റെഡ് ഫ്ലാഗ് സൈൻസ് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ ചെല്ലേണ്ടതാണ്. അരുൺ ഡോക്ടറിലേക്ക് എന്ന് കഴിഞ്ഞാൽ എൻ്റെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് കണ്ടു എന്നൊക്കെ പറയുന്നത് അതിഭീകര പ്രശ്നമായിട്ടാണ് പലരും പറയാറുള്ളത്. ആക്ച്വലി അതൊരു അതിഭീകര പ്രശ്നമാണോ, അത് എങ്ങനെയാണ്, അതിനെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ? അത് വേണമെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള പ്രശ്നമാകാം, ചിലപ്പോൾ അതിഭീകരമായ പ്രശ്നമാകാം. രണ്ടിനെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മോശം പോകുമ്പോൾ ബ്ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടാണ് നമ്മൾ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് ക്രോണിക്കായിട്ട് മലബന്ധമുള്ള ആൾക്കാർക്ക് ഏനൽ കുഷ്യൻസ്, അതായത് ഏനൽ കനാലിൻ്റെ അവസാനത്തെ ഭാഗത്ത് കുഷ്യൻസ് പുറത്തേക്ക് തള്ളുകയും അതിൻ്റെ അകത്തുള്ള വെസൽ ബ്ലീഡ് ചെയ്യുകയും ചെയ്താണ് യൂഷ്വൽ ആയിട്ടുള്ള ബ്ലീഡിങ് കാണും. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോസ് ഓഫ് ബ്ലീഡിങ് എന്ന് പറയും. വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഫിഷർ എന്ന് പറയുന്നത്, അതായത് മലദ്വാരത്തിൽ മുറിവുകൾ വന്നിട്ട് ചിലപ്പോൾ ഒരു ലൈൻ പോലെ മോഷനിലൂടെ രക്തം വരുന്ന ഒരു പ്രവണതയും കാണാറുണ്ട്. ഇത് രണ്ടും ബിനൈൻ, അതായത് ക്യാൻസറസ് അല്ലാത്ത കണ്ടീഷൻസാണ്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ്, അതിൻ്റെ കൂട്ടത്തിൽ ബ്ലീഡിങ്ങും കൂടെ വരുമ്പോൾ സാധാരണ നമ്മൾ മെഡിക്കൽ ഗ്യാസ്ട്രോയുടെ സഹായം തേടും, അവരോട് കൊളോണോസ്കോപ്പി ചെയ്യാൻ പറയും. കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ മലദ്വാരത്തിൽ കൂടെ ഒരു ക്യാമറ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു പരിശോധനയാണ്. അതിൽ ചിലപ്പോൾ കട്ടികളോ ക്യാൻസറസ് ആകാം, അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആകാം. ഇങ്ങനത്തെ കട്ടികൾ കണ്ടുപിടിക്കപ്പെടുന്നത് ഈ കൊളോണോസ്കോപ്പി മൂലമാണ്. അപ്പോൾ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ നമുക്ക് ക്യാൻസർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത് നീഡ്സ് ഇവാലുവേഷൻ. അത് ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത് എന്താണ് കാരണം. പക്ഷെ അത് കൂടുതലും അത് ഇങ്ങനെ പൈൽസോ ഫിഷറോ ഒക്കെ ആണോ അതോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ബ്ലീഡിംഗ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. വയസ്സ് ഒന്നും കുഴപ്പമില്ല, 24 years 18 years ഇവർക്ക് എല്ലാം പോളിപ്പും ഒക്കെ ആയിട്ട് വരാറുണ്ട്. എല്ലാവരും വിചാരം പൈൽസ കുഴപ്പമില്ലെന്ന്. അതാണ് ഒരിക്കലും, അതുകൊണ്ട് ഓൾവേസ് ഇവാലുവേറ്റ്. ഈവൻ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മലദ്വാരത്തിന്റെ പരിശോധന മാത്രം ചെയ്യും. പലപ്പോഴും ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് മലദ്വാരത്തിന്റെ പരിശോധന മാത്രം ചെയ്യുമ്പോൾ അവിടെ പൈൽസും കാണാം, ചിലപ്പോൾ ഫിഷറും കാണാം. അപ്പോൾ നമുക്കൊരു ഡയഗ്നോസ് ആയി, നമുക്കൊരു പൈൽസ് അല്ലെങ്കിൽ ഫിഷർ ഡയഗ്നോസ് ആയി. എന്നാൽ പോലും കംപ്ലീറ്റ് എക്സാമിനേഷൻ, നമ്മൾ കൊളോണോസ്കോപ്പി എന്നുള്ള ബ്ലഡ് കണ്ടിട്ടുണ്ടോ, കൊളോണോസ്കോപ്പി എന്നുള്ള എക്സാമിനേഷൻ. പക്ഷേ ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോഴേ ആളുകൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, അയ്യോ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് എന്ന് പറഞ്ഞിങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലില്ലേ സത്യത്തിൽ? പക്ഷെ അതിനിപ്പോൾ വഴിയുണ്ട്. ഇപ്പോൾ നമുക്ക് പേഷ്യൻസിനെ വേണമെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് സെഡേഷൻ കൊടുത്തുകൊണ്ട് കൊളോണോസ്കോപ്പി ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ആണ് അനസ്തീഷ്യ ഡോക്ടറുടെ ഹെൽപ്പോടുകൂടി വളരെ ഡീപ്പായിട്ടുള്ള അനസ്തീഷ്യ കൊടുത്തുകൊണ്ട് തന്നെ പേഷ്യൻസിനെ നല്ല രീതിയിൽ അവർ അറിയത്തോലുമില്ല ഈ ടെസ്റ്റ് ചെയ്യാൻ. ഇതുപോലെ തന്നെ വേറെ വളരെ കോമൺ ആയിട്ട് ഗ്യാസിന്റെ ഇഷ്യൂസ്, എല്ലാവർക്കും ഗ്യാസിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഇത്രമാത്രം ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ആളുകൾക്കിടയിൽ ഇപ്പോഴാണോ ഇതൊക്കെ വളരെ കോമൺ ആയത്? സോ സെയിം തിങ്, രണ്ട് ഫാറ്റ് ലിവർ പോലെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും കോമൺ കോസ്. ഇപ്പോൾ ആൾക്കാർ മോർ ബിസി, മോർ വർക്കിംഗ്, നൈറ്റ് ഹാബിറ്റ്സ്, ഡിന്നർ ലൈഫ്, ഇതെല്ലാം കൂടുതലാകുമ്പോഴത്തേക്ക് ഫുഡ് ഹാബിറ്റ്സ് ശരിയാകുന്നില്ല. ആൻഡ് ആൽക്കഹോളിന്റെ ഇൻഫ്ലുവൻസ്, സ്മോക്കിംഗ്, ഇതെല്ലാം വളരെയായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ അസിഡിറ്റി ഇത്രയും ഭീകരമായിട്ടുള്ളത്. ആണ് ഈ സത്യത്തിൽ ഈ ഫാറ്റി ലിവറും അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസും ഇതൊക്കെ മെഡിസിൻ കഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് മാറുമോ? കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. ഫാറ്റി ലിവർ നമ്മൾ ഗ്രേഡ് 3 വരാണെങ്കിലും കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. അതിന്റെ റീസൺ എന്തുവെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഡയബറ്റീസ് ആണോ, ഹൈപ്പർ ടെൻഷൻ ആണോ, ആൽക്കഹോൾ ആണോ, എന്തുവെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ്. ഡോക്ടർ കണ്ടേക്കുന്ന പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഡ്രിങ്ക്സും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളൊരിതുണ്ടോ ഡോക്ടറെ? അതോ എല്ലാവരോടും ആദ്യം പറയുന്നത് ഇതൊക്കെയാണല്ലോ? അല്ല, ആണുങ്ങൾ വരുന്ന പോലെ തന്നെ പെണ്ണുങ്ങളും ഞങ്ങളുടെ OPDയിൽ സെയിം സിംറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം സ്ത്രീകളിലും ഉണ്ടല്ലോ. സ്ത്രീകളിലും ഉണ്ടാവാം, അങ്ങനെയല്ല. പലപ്പോഴും വരുന്ന വ്യക്തികൾ പലതും 60-70 വയസ്സുള്ള ലേഡീസാണ് പലപ്പോഴും വരുന്നത്. അവരുടെ നല്ല പ്രായത്തിൽ ശരീരം നോക്കാത്തതിൻ്റെ ഭാഗമായി വന്ന പ്രോബ്ലംസാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. പിന്നെ സ്ട്രെസ് ഒരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ ആൾക്കാരുടെ മാനസിക സംഘർഷങ്ങളുള്ള പലർക്കും ഇതുപോലുള്ള വയറ്റിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് മജോറിറ്റി ഞങ്ങളുടെ OPD വരുന്നത്. പലപ്പോഴും മരുന്നുകളെക്കാൾ ഉപരി ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സംസാരിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും മാറുന്ന രീതിയിൽ, പലപ്പോഴും ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോംസ് അതുപോലുള്ള
വ്യക്തികളൊക്കെ വരുമ്പോൾ പലപ്പോഴും മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് മുഴുവനും ഭേദമാക്കാൻ പറ്റിയെന്ന് വരില്ല. ഏത് പ്രായക്കാർക്കാ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസിൽ? മിഡിൽ ഏജിലുള്ളവർക്കാണ്. മിഡിൽ ഏജ് കഴിഞ്ഞും ഒരു എൽഡർലി ഒരു 40 to 60 ഇയറിലുള്ളവരാണ് മജോറിറ്റി ഞങ്ങളുടെ OPD ഇതുപോലുള്ള സിംറ്റംസുമായിട്ട് വരുന്നത്. കുറച്ച് വളരെ ചെറിയ അളവിൽ മദ്യപിക്കുന്നത് കൊണ്ടോ പുകവലിക്കുന്നത് കൊണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ഡോക്ടർ ഞാൻ ഒരിക്കലും മദ്യപിച്ചോളൂ പുകവലിച്ചോളൂ എന്ന് പറയില്ല. ബിക്കോസ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈറലാവും. ആൾക്കാർ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് ഒരിക്കലും സാറ് പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഉറക്കമില്ലായ്മ, മാനസിക സംഘർഷം, സാറ് ഇതിൻ്റെ എല്ലാം പരിഹാരമാണ് നമ്മൾ ഈ പറയുന്ന ആൽക്കഹോളും സ്മോക്കിങ്. അപ്പോൾ ആക്ച്വലി സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി പ്രോബ്ലം കൊണ്ടാണ്. അതിൽ കൂടെ നമ്മൾ അഡിക്ഷൻസിൽ കൂടെ പോകുന്നു, സിംറ്റംസ് കൂടുന്നു, അറ്റ് ലാസ്റ്റ് യു വിൽ എൻഡ് അപ്പ് ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആൽക്കഹോളും സ്മോക്കിങ്ങും പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ മാത്രമല്ല, എനിക്കൊന്ന് എവരി വൺ വിൽ അഗ്രി വിത്ത്. ഒരിക്കലും അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള മെസ്സേജ് കാര്യം കുട്ടികളൊക്കെ കാണുന്നതല്ലേ, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. റോങ്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമുക്ക് എത്രമാത്രം ചോറുണ്ടാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡിലേക്ക് നമ്മൾ തിരിയണോ, അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും ഡോക്ടറുടെ മറുപടി? എല്ലാവർക്കും കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം വേണ്ടതാണ്, പക്ഷെ എല്ലാം അളവില്ലെന്നുള്ളതാണ് ഇതിലെല്ലാം പ്രോബ്ലം വരുന്നത്. ഈ അളവിൻ്റെ ക്വാണ്ടിറ്റി വരുമ്പോഴാണല്ലോ. സോ ഐഡിയലി 20 to 25 kcal per kg per day ആണ് നമ്മുടെ അലൗഡ് ആയിട്ടുള്ളത്. അപ്പം കഴിക്കുന്നത് അതുപോലെ നമ്മൾ നോക്കുക. അപ്പം കഴിവതും റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുക. കാർബോഹൈഡ്രേറ്റ് മീൽ മാക്സിമം ട്വൈസ് എ ഡേ, അതായത് രാവിലെ ദോശ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് ഓപ്ഷനിലാക്കുക. ആൻഡ് ഈറ്റ് ഇൻ മോഡറേഷൻ. എല്ലാം കഴിക്കാം, കുറച്ച് ആയിട്ട് കഴിക്കാം. എന്നാൽ ഡോക്ടറുടെ ഒരു മോഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാർ? ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചുള്ള ഫുഡ് എനർജി റിക്വയർമെന്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ റേഞ്ചിൽ 1600 ആണ് ഇപ്പോൾ ഒരു 60 kg ഉള്ള ആൾക്ക് ആ റേഞ്ചിൽ വെക്കാൻ നോക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാ ഫോണിലെല്ലാം ഒത്തിരി ആപ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിക്കുന്നത് എത്ര എന്നുള്ള ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ വരും എത്ര എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കാലറി നോക്കുക, എപ്പോഴും കാലറി ആ സെയിം ഡെഫിസിറ്റിൽ വെക്കാൻ നോക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി എക്സസൈസ്. ഇത് രണ്ടും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കഴിക്കാം, എത്ര നാൾ വേണമെങ്കിലും കഴിക്കാം. അല്ലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 50 years ആകുമ്പോഴത്തേക്ക് ഒരു റെസ്ട്രിക്ഷൻ തുടങ്ങും, ചോറ് കഴിക്കാൻ പറ്റത്തില്ല, ഡയബറ്റീസ് ആവും. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ഏത് പ്രായം തൊട്ട് ഇത്തരം കാര്യങ്ങൾ ഭയങ്കരമായി ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളെ കൂടെ നമ്മൾ ഭയങ്കര നിർബന്ധിച്ച് കഴിപ്പിക്കലാണല്ലോ മലയാളികളാകുമ്പോൾ. അതെ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുട്ടികളിലെ പറഞ്ഞു തുടങ്ങണമെന്നാണ് ഈ ഷുഗർ ഡ്രിങ്ക്സും ഇതെല്ലാം. അവരെല്ലാം ഡയബറ്റിക് പ്രോണോ. ഇപ്പം എനിക്ക് പേഷ്യൻസ് 14 years തൊട്ടുള്ളവർക്കെല്ലാം ഫാറ്റ് ലിവർ വരുന്നുണ്ട്. ഗ്രേഡ് 2, ഗ്രേഡ് 3 ഫാറ്റ് ലിവേഴ്സ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് പീഡിയാട്രിക് ചങ്ക് ഉണ്ട് ഫാറ്റ് ലിവർ ആയിട്ടുള്ളത്. വളരെ ചെറുപ്പത്തിലെ ഫുഡ് ഹാബിറ്റ്സ് റെഗുലേറ്റ് ചെയ്യണം. അപ്പം ഈ ആവശ്യമില്ലാത്ത എക്സസീവ് ഷുഗർ, പാക്കറ്റിലുള്ള സാധനങ്ങളെല്ലാം മോഡറേഷൻ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അരുൺ ഡോക്ടർ, അതായത് ഈ ചില ആൾക്കാർ വണ്ണം വെച്ചിരിക്കുന്നവരോട് അയ്യോ വണ്ണാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും ഫുൾ ഗ്യാസ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? യൂഷ്വലി നമ്മുടെ കുടൽ എപ്പോഴും നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. അതിപ്പോൾ രാവിലെ എണീറ്റ് നന്നായിട്ട് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുടെ ബവൽ മോട്ടിലിറ്റിയും അതുപോലെ ശോധനയും ലൈക്ക് ബവൽ മൂവ്മെൻറ്റ്സും എല്ലാം റെഗുലർ ആയിരിക്കും. രാവിലെ എണീറ്റ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാൾ പക്ഷേ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, യൂഷ്വലി വിൽ ഫീൽ ബ്ലോട്ടഡ് അപ്പ്, ലൈക്ക് മൂവ്മെൻറ്റ് കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ഡോക്ടർ നിഖിലി പറഞ്ഞ പോലെ ഫാറ്റി ലിവർ എന്ന് പറയുന്നതിൻ്റെ അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച സ്റ്റേജാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് ആൽക്കഹോൾ അല്ലാതെ ഫാറ്റി ലിവർ. അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ ഞരമ്പുകളിലേക്കുള്ള എല്ലായിടത്തേക്കും, എല്ലാ കുടലിൻ്റെ ഞരമ്പുകളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കും. ന്യൂറോപ്പതി എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ കഴിക്കുന്ന ആൾക്ക് സ്റ്റൊമക്ക് നന്നായിട്ട് പ്രവർത്തിക്കില്ല. കഴിക്കുന്ന ഭക്ഷണം അവിടെ കിടക്കും. യൂഷ്വലി ഒരു 1 hourനുള്ളിൽ സ്റ്റൊമക്കിൽ നിന്ന് എംപ്റ്റി ചെയ്ത് പോകേണ്ട ഭക്ഷണം 2 hours ആയാലും 3 hours ആയാലും 4 hours ആയാലും അവിടെ നിന്ന് എംപ്റ്റി ചെയ്ത് പോകുന്നില്ല. രണ്ട് കാരണം, ഒന്ന് നമുക്ക് ആക്ടിവിറ്റി ഇല്ല, രണ്ട് നമുക്ക് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി ഇതൊന്നും ചെയ്യാതെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെ എപ്പോഴും OPDയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ, പക്ഷെ എൻ്റെ വയറ് വീർത്താണ്. അങ്ങനെയാണ് യൂഷ്വലി. പക്ഷേ എത്ര നാളെ ഒരു വാക്കിന് പോയിട്ടെന്ന് ചോദിച്ചാൽ മേ ബി ഇയേഴ്സ്. 5 വർഷം മുമ്പ് ഭാര്യയോടെ നടക്കാൻ പോയി എന്ന് പറയുന്ന കഥയാണ് റൂട്ടീനായിട്ടും കേൾക്കുന്നത്. സോ നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഹാംഫുൾ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത്. ആക്ച്വലി അത് മാത്രം മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഒരു ബ്ലോട്ടഡ് ഫീൽ ഒക്കെ. 2 കാര്യങ്ങളാണ്. വൺ ഈസ് എക്സസൈസ്, സെക്കൻഡ് ഈസ് വാട്ട് ഫുഡ് യു ഈറ്റ്. മമ്മൂട്ടി പറയുന്ന പോലെ, അതായത് മരുന്ന് കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചാൽ മരുന്ന് കഴിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം പോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതാണ്, എല്ലാത്തിനും ഒരു അളവ് വേണം. ഇപ്പോൾ ചോറാണെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഒരു കപ്പിനകത്ത് ചോറാണ് നമ്മൾ പറയുന്നത്, ലൈക്ക് ബാക്കിയുള്ള ഫുൾ പ്രോട്ടീൻ ആയിരിക്കണം. ലൈക്ക്
വെജിറ്റബിൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ മീൻ അതൊക്കെ കഴിക്കാം. പക്ഷേ ചോറ് വളരെ കുറവായിരിക്കും. നമ്മൾ മലയാളികൾ ചോറ് മുഴുവൻ കഴിച്ചിട്ടാണ് പിന്നെ കറി കഴിക്കാൻ തുടങ്ങുന്നത്. സോ അതാണ് ആ ഡിഫറൻസ്. സോ ചോറ് ഞാൻ എപ്പോഴും ഒപ്പിൽ പറയാറില്ല, ചോറ് ഒരു കഴിവതും കുറയ്ക്കാൻ നോക്കുക. അരി ഭക്ഷണങ്ങൾ, ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ പാക്കറ്റഡ് ആയിട്ട് കിട്ടുന്ന പ്രിസർവ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങി, ഇതെല്ലാം ഈ വൈറ്റ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചീത്തയാണ്. വൈറ്റ് ബ്രെഡ്, വൈറ്റ് റൈസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഫാറ്റി ലിവറും ആസിഡിറ്റിയും പ്രോബ്ലംസും ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വളരെ എന്താ പറയുക, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ ആണെങ്കിലും ഗ്യാസ് ഇഷ്യൂസ് ആണെങ്കിലും ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. വെയിറ്റ് ലോസ് കുറയ്ക്കാനായിട്ട് ബലൂൺ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇത് ഡോക്ടർമാരുടെ ഏരിയ ആണോ? അത് ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ബലൂൺ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന വെയിറ്റ് ലോസ് സർജറി സർജറീസ് ഉണ്ട്, ബേറിയാട്രിക് സർജറീസ് ഉണ്ട്. അതായത് ആമാശയത്തിൻ്റെ വോളിയം കുറയ്ക്കും. അപ്പോൾ അതായത് നമ്മൾ സ്റ്റേപ്പിൾ ചെയ്ത് ആമാശയം ചെറുതാക്കും. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയും. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. അപ്പോൾ അത് ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റും ഉണ്ട്, പല ഡ്രഗ്സും ഉണ്ട്, ഇപ്പോൾ മെഡിസിൻസ് പലതും ഉണ്ട്. വിശപ്പ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊരു കോംപ്ലിക്കേറ്റഡ് സർജറി ആണോ? അതായത് ഇങ്ങനെ ഇത് കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു സർജറി ഇല്ല. എല്ലാ സർജറിക്കും എന്തെങ്കിലും മിനിമം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ മീൻസ് ജീവൻ മരണ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ സർജറി ഒന്നുമല്ല. പിന്നെ പേഷ്യൻ്റ് ബേസിക്കലി നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കും. അല്ലാതെ ഇതൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതായത് ഇത് കുറച്ചിട്ട് ഇതെല്ലാം കുറച്ചിട്ട് വീണ്ടും പോയി കുഴിമന്തിയും അതും ഇതൊക്കെ കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സോ ഇറ്റ്സ് യൂസ്ലെസ് ആക്ച്വലി. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ പേഷ്യൻസിനെ ഭയങ്കരമായിട്ട് കൗൺസിൽ ചെയ്ത് അവരുടെ മോട്ടിവേഷൻ ലെവൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കത്തിവെക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു വേഴ്സ്റ്റ് കേസ് സെനാരിയോ ചോദിക്കട്ടെ. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്കിതൊക്കെ ഞാൻ വീണ്ടും പോയി കഴിക്കുന്നു, 6 മാസം കഴിയുമ്പോൾ ഈ ട്രീറ്റ്മെന്റ് എനിക്ക് വീണ്ടും ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഈ സർജറി എനിക്ക് വീണ്ടും ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ? അങ്ങനെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി അല്ല. ഒരു ഓർഗൻ്റെ ഒരു പാർട്ട് നമ്മൾ എടുത്ത് കളഞ്ഞു, പിന്നെ അത് തിരിച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പം ആമാശയം നമ്മൾ മുറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും പിന്നീടും അതിൻ്റെ ഡിസ്റ്റൻസിബിലിറ്റി കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ടും ആ ഒരു വഴിയിലൂടെ എല്ലാം നടന്നിട്ട് വീണ്ടും ഞാൻ പോയി പഴയ പോലെ ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ഒരിക്കലും സർജറിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തില്ല. ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടോ ഡോക്ടേഴ്സ്? ഒരുപാട് പേര്. ഇതുപോലെ കേട്ടിട്ടുള്ള വേറൊരെണ്ണമാണ് ഈ ബലൂൺ സർജറി, അല്ലെങ്കിൽ ബലൂൺ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞോളും എന്നുള്ളത്. അതെന്താ സാർ ഡോക്ടറെ സംഭവം? മെഡിക്കൽ വെയിറ്റ് റിഡക്ഷൻ സോ മെനി ഓപ്ഷൻസ് ഉണ്ട്. സർജറി ഈസ് ദ ലാസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ടത്. ഇതെല്ലാം ചെയ്തിട്ട് വർക്ക് ചെയ്യാത്തതാണ്. അപ്പം വേറെ മെഡിക്കേഷൻസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, മെഡിസിൻസ്, ഇപ്പോൾ പുതിയതായിട്ട് മൊഞ്ചാറോ എന്നൊക്കെ പുതിയ ഡ്രഗ്സ് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ദെൻ എൻഡോസ്കോപ്പിക് ആയിട്ട് ബലൂൺ. ഇതുമല്ല, ദ ഹോൾ കോൺസെപ്റ്റ് ബലൂൺ 6 months വയറിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വയറൊക്കെ ബ്ലോട്ടഡ് ആയിട്ടിരിക്കും, അധികം കഴിക്കാൻ പറ്റത്തില്ല, ഇവൻച്വലി വെയിറ്റ് ലോസ് ചെയ്യും. ബട്ട് അഗൈൻ മോട്ടിവേഷൻ അണ്ടർലൈൻ ചെയ്തതാണ്. മോട്ടിവേഷൻ ഇല്ലാതെ ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു കം ബാക്ക്. പിന്നെ എൻഡോസ്കോപ്പിക് ആയിട്ടാണ് ഈ ചെയ്യുന്നത്. സർജിക്കൽ നമുക്ക് എൻഡോസ്കോപ്പിക് ആയിട്ട് ഫ്യൂച്ചർ ചെയ്ത് അകത്തൂടെ ചെയ്യാനുള്ള പുതിയ നൂതന ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഇതിലൊന്നും റെഡി ആകാത്തവർക്കാണ് നമ്മൾ സാധാരണ സർജിക്കൽ സൈഡിലോട്ട് വിടുന്നത്. സോ അതായത് പേഷ്യന്റെ കോംപ്ലയൻസും പേഷ്യന്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ. ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയ ട്രീറ്റ്മെന്റുകളാണ്. അപ്പോൾ ഈ സർജറിയുടെ കാര്യം പറഞ്ഞാലും ബലൂൺ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആണ്. മെഡിക്കൽ മാനേജ്മെന്റ് സർജറി അവോയ്ഡ് ചെയ്യാനുള്ള സർജറി വൺ ടൈം സൊല്യൂഷൻ ആണല്ലോ. സർജറി ഈസ് എ വൺ ടൈം സൊല്യൂഷൻ. മെഡിസിൻ ആകുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരും. ഒരു സ്റ്റാറ്റസ് അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. സർജറി ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇനിഷ്യലി തന്നെ സർജറിക്ക് പോകേണ്ടി വരും. കാര്യം വളരെ മോർബിഡ് ഒബിസിറ്റി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല തുടക്കത്തിലൊക്കെ ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇനിഷ്യലി തന്നെയായാലും ചിലപ്പോൾ സർജറിക്ക് പോകേണ്ടി വരാം. അങ്ങനെയുള്ളതുകൊണ്ട് പിന്നെ ഇപ്പോൾ ബലൂൺ പണ്ടത്തെ പോലെ എൻഡോസ്കോപ്പി തന്നെ ചെയ്ത് ഇടണമെന്നില്ല. ന്യൂവർ ബലൂൺസ് ഉണ്ട്, സ്വോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബലൂൺസും. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മണ്ണം വെച്ചെന്ന് പറഞ്ഞു വന്ന പേഷ്യൻസ് മുരളി ഡോക്ടർക്കുണ്ടോ? പലപ്പോഴും ഇതുപോലെ വരാറുണ്ട്. സർജറി കഴിഞ്ഞിട്ടും വീണ്ടും നമ്മുടെ ഫോളോ അപ്പിൽ അങ്ങനത്തെ പേഷ്യൻസും ഉണ്ട്. പലയിടത്തും സർജറി കഴിഞ്ഞിട്ടുള്ളതും നമ്മുടെ അടുക്കെ ഫോളോ അപ്പിനായിട്ട് വരുന്നവരും. പലതും മോട്ടിവേഷൻ കുറഞ്ഞവരാണ് പലരിലും. പക്ഷെ അല്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞു വിടുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവയർനെസ് കൊടുക്കുക പിന്നെ പിന്നെ പുതിയ മെഡിസിൻസ് ഭയങ്കര എഫക്റ്റീവ്. പൈസ ഉണ്ടെങ്കിൽ അതാണ് അടുത്ത ഓപ്ഷൻ. വണ്ണം കുറയ്ക്കാനുള്ള പല മെത്തേഡുകളിൽ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണല്ലോ ആൾക്കാർ നോക്കുന്നത്. അപ്പോഴാണ് നമ്മളിങ്ങനെ അറിയുന്നത് വണ്ണം കുറയ്ക്കാൻ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്നുള്ളത്. ഇത് സത്യത്തിൽ എത്രമാത്രം പ്രാക്ടിക്കലാണ്, എത്രമാത്രം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, എത്രമാത്രം എക്സ്പെൻസീവ് ആണ്.
ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ മൊഞ്ചാറോ എന്ന് പറഞ്ഞ പുതിയൊരു വെയിറ്റ് ലോസ് ഡ്രഗ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് ഒരു 3 to 4 weeks ആയിട്ടുള്ളൂ. അതിൻ്റെ ഡൗൺ സൈഡ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. 4,000 rupees ആണ് വീക്ക്ലി ഇഞ്ചെക്ഷൻ ആൻഡ് ഇറ്റ് ഹാസ് ടു ഗോ ഓൺ അറ്റ്ലീസ്റ്റ് 1 to 2 years എടുക്കണം, എന്നാലും അതിൻ്റെ റിസൾട്ട് നല്ല വ്യത്യാസം വരും. പക്ഷേ റിസൾട്ട്സ് ആർ വെരി ഗുഡ്. ഒരു 36 months 60%, 40 to 60% വരെ വെയിറ്റ് കുറയാം, പ്രൊവൈഡഡ് യു ആർ മോട്ടിവേറ്റഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇതിന് ലോങ് ടേം എഫക്ട്സ് നമുക്കറിയില്ല. ഇപ്പം ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, അമേരിക്ക പോലും 2 years ഒക്കെ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ലോങ് ടേം എഫക്ട്സ് എത്രത്തോളം ഉണ്ട്, റീബൗണ്ട് തിരിച്ച് വെയിറ്റ് ഗെയിൻ വരുമോ, ആ കാര്യങ്ങൾ ഓൺലി ടൈം ക്യാൻ ടെൽ. പക്ഷേ ദിസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ ബിഗിനേഴ്സ്. ഇപ്പം നമ്മൾ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇല്ല, വേറെ സർജിക്കൽ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാനാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് ഇച്ചിരി ഹെൽപ്ഫുൾ ആണ്. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഡയബറ്റീസും കുറയ്ക്കും, അതുപോലെ വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും. സർജിക്കൽ ആണോ, ബലൂൺ ട്രീറ്റ്മെന്റ് ആണോ, അതോ ഈ ഇഞ്ചക്ഷൻ ആണോ ഏറ്റവും എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഏത് പറയും? സോ ഇത് ടൈലർ ചെയ്യണം പേഷ്യന്റ് റിക്വയർമെന്റ് അനുസരിച്ച്. സോ BMI നോക്കുക. സോ ഒരു 27 to 30 BMI ഉള്ളവർക്ക് വേറെ കോമോബിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിക്കൽ ഓർ ബലൂൺ ആണ് ഓപ്ഷൻ. പിന്നെ ഇല്ല, മോബിഡ് കോമോബിഡിറ്റി ഉണ്ട്, വേറെ കോമോബിഡിറ്റീസ് ഉണ്ട്, മോബിഡ് ഒബീസിറ്റി ഉണ്ടെങ്കിൽ സർജിക്കൽ സൈഡിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലേ? മറ്റൊരു വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും കുഴിമന്തി, കോക്ക്, മയണൈസ്, ഈ സാധനം ഭയങ്കര ട്രെൻഡിങ് കോംബോയാണ്. എന്തായിരിക്കും ഇങ്ങനെ സ്ഥിരമായി കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ? ഞാൻ കുഴിമന്തി മാത്രം ബേസ് ചെയ്തല്ല പറയുന്നത്, അതായത് ഹാഫ് കുക്ക്ഡ് അല്ലെങ്കിൽ ഹാഫ് ഗ്രിൽഡ് ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് നമ്മുടെ ആമാശയത്തിൽ. സോ അതാണ് ബേസിക്കലി അസിഡിറ്റി ഉണ്ടാക്കുന്ന അത്. അതിന് വേറൊരു പൊട്ടൻഷ്യലും കൂടെ ഉണ്ട്, അത് കാലങ്ങളോളം സ്റ്റൊമക്കിനകത്തിരുന്നാൽ അത് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള, അതായത് ഷവർമ, ഷവായ, ഗ്രില്ല്, കണ്ണാടി ചില്ലി കിടന്ന് കറങ്ങുന്ന എല്ലാ സാധനങ്ങളും പൊതുവേ ഹാഫ് കുക്ക്ഡ് ആണ്. അങ്ങനത്തെ ഉള്ള എല്ലാ ഭക്ഷണങ്ങൾക്കും ഈ പറയുന്ന എച്ച് പൈലോറി ഇൻഫെസ്റ്റേഷൻ ഉണ്ടാക്കാനും അതിനോടൊപ്പം തന്നെ അസിഡിറ്റിയും റിഫ്ലക്സും ഭയങ്കരമായിട്ട് കൂട്ടുകയും ചെയ്യുന്ന ഭക്ഷണക്രമങ്ങളാണ്. അപ്പോൾ അത് വളരെ യങ് ഏജിൽ അത് അവർക്ക് നമ്മളത് ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരത് സ്ഥിരം കഴിക്കുകയും ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല ഭക്ഷണ രീതി അല്ല പൊതുവെ. ഇതിനെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക എന്ന് ഡോക്ടർ പറയും. പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലും ഒരു ബിരിയാണി കഴിക്കുന്ന, ഒരു കുഴിമന്തി കഴിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഒരു 20 to 30 yearsനകത്തുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ റെഗുലറായിട്ട് കഴിക്കുന്നവരാണ്. അതായത് മയണീസ് ഫുള്ളായിട്ട് ഇട്ടിട്ട് അതിൽ ചിക്കൻ മുക്കി കഴിക്കുന്ന ആ ഒരു പ്രവണതയുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല എന്നുള്ളതും മനസ്സിലാക്കുക. വല്ലപ്പോഴും ഒരു ഫംഗ്ഷനിലോ ഒരു ഒക്കേഷനിലോ കഴിക്കാം, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വയറ് അറിഞ്ഞ് കഴിക്കുക, അതാണ് പ്രധാനം. അതുപോലെ ഈ പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം നിങ്ങൾ ഈ ഗ്യാസ്ട്രോയിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് പാൻക്രിയാസിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതകളേ ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ സത്യമുണ്ടോ ഡോക്ടർ? നമ്മളുടെ പല ക്യാൻസറുകളും വെച്ച് നോക്കിയിട്ട് പാൻക്രിയാസ് ക്യാൻസറിൻ്റെയാണ് 5 year സർവേയിൽ ഒരിക്കലും ഇതുവരെ മാറിയിട്ടില്ല. വളരെ മോശമായിട്ടുള്ള ഒരു ക്യാൻസറുകൾ ഗണത്തിൽപ്പെട്ട ഒന്നാണ് പാൻക്രിയാസിൻ്റെ 3 ഭാഗമുണ്ട്, ഹെഡ്, ബോഡി, ടെയിൽ എന്ന് പറഞ്ഞ്. ഇതിലെവിടെ വേണമെങ്കിലും ക്യാൻസർ വരാം. പലപ്പോഴും 10-15% ആൾക്കാരെ നമുക്ക് സർജറി ചെയ്ത് രക്ഷിക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഹെഡിൽ വരുവാണെങ്കിൽ നമ്മൾ വിപ്പിൾ എന്ന് പറഞ്ഞൊരു സർജറി ചെയ്ത് നമ്മളവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ബോഡിയിലോ ടെയിലിലോ ആണെങ്കിൽ കാഠിന്യം കുറഞ്ഞ ക്യാൻസറാണെങ്കിൽ സ്പ്ലീൻ എടുക്കാതെ തന്നെ പാൻക്രിയാസ് മാത്രമായിട്ടും, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് സ്പ്ലീനും അതിൻ്റെ കൂടെ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പലപ്പോഴും ചിലപ്പോൾ വൻകുടലിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗവും ചിലപ്പോൾ നമുക്കതിൻ്റെ കൂടെ എടുത്തു മാറ്റേണ്ടതായിട്ടും വന്നേക്കാം. പക്ഷേ ഏർലി സ്റ്റേജിൽ കിട്ടുന്ന ക്യാൻസറുകളാണെങ്കിൽ പലപ്പോഴും ജോണ്ടിസോടുകൂടി അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തോടുകൂടിയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ക്യാൻസറുകൾ നേരത്തെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഈ വിപ്പിൾ പ്രൊസീജിയർ അതുപോലുള്ള സർജറികൾ ചെയ്ത് നേരത്തെ അവർക്ക് ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. യൂഷ്വലി അവർ വെയിറ്റ് ലോസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഒരു ഡയബറ്റീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ സഡൻ വേഴ്സണിങ് ഓഫ് ഡയബറ്റീസ്, അതായിരിക്കും അവരുടെ. പിന്നെ അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ്, വേദനയായിരിക്കും പലപ്പോഴും വരിക, അല്ലെങ്കിൽ ഹെഡ് റീജിയനിൽ വരുവാണെങ്കിൽ പിത്തത്തിൻ്റെ കുടലിനെ ബ്ലോക്ക് ചെയ്ത് മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും വരിക. പലപ്പോഴും വേദനയും നമുക്കൊരു മാസം കിട്ടുന്ന രീതിയിലുള്ള പ്രസൻറ്റ് ചെയ്യുന്ന പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരിക്കും പലപ്പോഴും. ഈ മദ്യം പോലെ തന്നെ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ ഹാനികരമാണോ? ഡെഫിനറ്റ്ലി. കാർബണേറ്റഡ്സ് നമ്മളിപ്പോൾ കഴിക്കുന്ന ഈ പെപ്സി, കോക്ക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതെല്ലാം ഷുഗറി ആസ് വെൽ ആസ് കാർബണേറ്റഡ്, രണ്ടും ആക്ച്വലി ഹെൽത്തിന് നല്ലതല്ല. ശരിക്കും പറഞ്ഞാൽ അസിഡിറ്റി എന്ന് പറയുന്ന പ്രോബ്ലംസിൻ്റെ ഏറ്റവും വലിയ
ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഡ്രിങ്ക്സ് കഴിക്കുന്ന കൊണ്ടാണ്. ഇപ്പോൾ ബേസിക്കലി റിഫ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. യു ആർ ഇൻജസ്റ്റിങ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിൻ്റെ ടെൻഡൻസി മുകളിലേക്ക് തിരിച്ച് കയറി വരാൻ തന്നെയാണ്. അപ്പോൾ ആമാശയത്തിലേക്ക് പോകുന്ന ഒരു ഭക്ഷണം ഒരിക്കലും തിരിച്ച് അന്നനാളത്തിലേക്ക് കയറി വരാൻ പാടില്ല. അതിനാണ് നമ്മൾ ഈ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒരുപാട് കൺസ്യൂം ചെയ്യുമ്പോൾ റിഫ്ലക്സിൻ്റെ ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുകയും വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് പോകെ പോകെ ഈവൻ ക്യാൻസർ പോലും ഡെവലപ്പ് ചെയ്യാൻ ഈ റിഫ്ലക്സ് കാരണം, ഇത് ആസിഡാണല്ലോ റിഫ്ലക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നീട് ക്യാൻസേഴ്സ് വരെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കാരണം ഇപ്പോഴും ഒരു ചോദ്യമുണ്ട്, വല്ലപ്പോഴും കുടിച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. വല്ലപ്പോഴും ഞാനും കുടിക്കാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഡേ ടു ഡേ ലൈഫ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനം ആക്കരുത് ഇങ്ങനത്തെ സാധനം. വല്ലപ്പോഴും നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ കഴിക്കുന്നു, അതൊന്നും തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ റൂട്ടീനായിട്ട് അത് യൂസ് ചെയ്തിരിക്കും. ഗ്യാസ് കയറുന്നു, അസിഡിറ്റി എന്നൊക്കെ പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് എടുത്തിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ഇരുന്നത് ക്യാൻസർ വരെ എത്തിച്ചതിന്റെ ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ ഒരു രോഗവും അല്ലെങ്കിൽ ഒരു അവസ്ഥയും നിസ്സാരമായി കാണരുത്. എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നേടുക, കൃത്യമായ ഡോക്ടേഴ്സിൻ്റെ ഉപദേശങ്ങൾ നേടുക, ഗൂഗിൾ ഡോക്ടറെ പരമാവധി ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ യുവർ ടൈം ആൻഡ് ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. താങ്ക് യു.